ഈ വീട് നിർമ്മാണത്തിൽ എവിടെ കോംപ്രമൈസ് ചെയ്യണോ കോംപ്രമൈസ് ചെയ്യണ്ട എന്നുള്ള പ്രസക്തമായൊരു ചോദ്യമാണ്. അതിൽ സാധാരണ ആളുകൾ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്തൊക്കെ കുറക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എങ്ങനെ ആക്കാൻ പറ്റുന്നു. പക്ഷേ നാടൻ പ്രദേശത്ത് കിട്ടുന്ന അവൈലബിൾ മെറ്റീരിയൽ നമ്മുടെ ചെങ്കല്ല്, കരിങ്കല്ല്, മെറ്റൽ, മണൽ, എംസാൻഡ് ഇതൊക്കെയാണ് നമ്മൾ അവൈലബിൾ. ഇതിലൊന്നും കോസ്റ്റ് കുറയില്ല. അത് മാർക്കറ്റിൽ എന്താണ് എത്രയും റേറ്റ് ആ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രീ കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ കുറയില്ല, അല്ലാതെ കുറയില്ല കേട്ടോ. അപ്പോൾ അവിടെ കോംപ്രമൈസ് ചെയ്യരുത്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് അത് പെർഫെക്റ്റായ നല്ല ലാബറെ കൊണ്ട്, നല്ല കോൺട്രാക്ടറെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. പിന്നെ എവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, പിന്നെ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് ഇൻറ്റീരിയറിൽ വരുന്ന സമയത്ത്, അതുപോലെ അതിൻ്റെ കട്ടില ജനലൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമ്മൾ സിമെൻ്റ് ആക്കാം, മരത്തിന് പകരം സ്റ്റീലാക്കാം, ഇതൊക്കെ പറ്റും. പക്ഷേ ഇൻറ്റീരിയറിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് എഫക്റ്റീവ് ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ നമ്മൾ ഹൈ കോസ്റ്റ്ലി ആക്കാം, കോസ്റ്റ് വളരെ ലോ ആക്കാം. ഇതാണ് അവിടെയാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുക. ഇവിടെ കോംപ്രമൈസ് ചെയ്യരുത്.